ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെൻസിൽ ഫാർമക്കോളജി ടോപ്പിക്കാണ്. ഫാർമക്കോളജി ടോപ്പിക്കിൽ പെൻസിലിനൊരു ഷോർട്ടസ്റ്റ് ടോപ്പിക്കാണ്. ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ദെയർ ആർ 4 types, which are penicillin, cephalosporin, monoBactam and carbapenem. ഇതിൽ പെൻസിലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെൻസിലിനും സെഫലോസ്പോറിനുമാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഈ ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ബീറ്റ ലാക്ടം അതെന്താ സംഭവം എന്താ? അതൊരു ബീറ്റ ലാക്ടം എന്ന് പറയുമ്പോൾ റിംഗ് ആണ്. സോ ബീറ്റ ലാക്ടം റിംഗ് ഉള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് പെൻസിലിൻ, സെഫലോസ്പോറിൻ, മോണോബാക്ടം ആൻഡ് കാർബാപ്പെനം. ദെൻ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ ദീസ് ആർ സേഫ് ഫോർ യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ലാക്ടേഷൻ ആൻഡ് ഇൻ ചിൽഡ്രൻ അൺലെസ് ദേ ആർ അലർജിക് ടു ദം. Now about penicillin. Penicillin was discovered by ആരാണ്? ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു അല്ലേ? ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഫ്രം പെൻസിലിയം നോട്ടേറ്റം. ആൻഡ് നൗ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം പെൻസിലിയം ക്രൈസോജനം. ഓക്കെ, ദെൻ ഈ ഈ പെൻസിലിൻ്റെ ഒരു ബീറ്റ ലാക്ടം റിംഗ് ഉണ്ടല്ലോ. ദിസ് ഈസ് എ ബീറ്റ ലാക്ടമേസ് റിംഗ് ഓഫ് പെൻസിലിൻ ആൻഡ് ദിസ് ഈസ് ദി തയോസോളിഡിൻ റിംഗ് ഓഫ് പെൻസിലിൻ. ഈ ബീറ്റ ലാക്ടമേസ് റിംഗ് ഇതിനുള്ളത് കൊണ്ടാണ് ദേ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്. ഇപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സെൽ വോളാണ് ഇതിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് സെൽ വോളിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ്, സെൽ വോളിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ബാക്ടീരിയസിഡൽ ഇഫക്റ്റ്, ബാക്ടീരിയക്കല്ല ഈ ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് ഈ ബാക്ടീരിയസിഡൽ ഇഫക്റ്റ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സെൽ വോളിനെ കുറിച്ച് അറിയണ്ടേ? The rigid cell wall of the bacterium maintains integrity, shape, protect it from lysis due to osmotic pressure. So ഈ ബാക്ടീരിയസിനൊക്കെ ഉള്ള സെൽ വോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര റിജിഡ് ആയിരിക്കും. സോ ദേ മെയിൻറ്റെയിൻസ് ഇൻറ്റഗ്രിറ്റി, ഷേപ്പ്, പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ലൈസിസ് ഡ്യൂ ടു ഓസ്മോട്ടിക് പ്രഷർ. ആൻഡ് ഈ റിജിഡ് സെൽ വോൾ എന്ന് പറയുമ്പോൾ ഈ സെൽ വോൾ ഇസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻസ്. പെപ്റ്റിഡോഗ്ലൈക്കൻസ് എന്ന് പറയുമ്പോൾ ദേ കൺസിസ്റ്റ് ഓഫ് ഗ്ലൈക്കൻ ചെയിൻ ആൻഡ് പെപ്റ്റൈഡ് ക്രോസ് ലിങ്ക്ഡ് ബൈ ദി പെപ്റ്റൈഡ് ചെയിൻസ്. സോ ഈ ഗ്ലൈക്കൻ ചെയിൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എൻ അമിനോ ഗ്ലൂക്കോസമൈനും എൻ അസറ്റൈൽ ന്യൂറാമിക് ഗ്ലൂക്കോസമൈനും എൻ അസറ്റൈൽ ന്യൂറാമിക് ആസിഡുമാണ് ഉള്ളത്. ഈ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനും എൻ അസറ്റൈൽ ന്യൂറാമിക് ആസിഡും കൂടെ പെപ്റ്റൈഡ് ചെയിൻ യൂസ് ചെയ്തിട്ട് ക്രോസ് ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദി ഗ്ലൈക്കൻ ചെയിൻ ഈസ് glycan chain is cross-linked to the peptide chain and the cross-linking provides strength to the cell wall. The synthesis of the peptidoglycan requires enzyme. So, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സിന്തസിസിന് എൻസൈം ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്പെപ്റ്റിഡീസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഹെൽപ്സ് ഇൻ ബൈൻഡിങ്. ക്രോസ് ലിങ്ക് ചെയ്തിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻസ് ഉണ്ടല്ലോ, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻസ് ഈ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ട്, അത് ടാർഗറ്റ് പ്രോട്ടീൻസ് ഇത് സെൽ മെംബ്രെയിൻ അവരോട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ പിക്ചറിൽ കാണാൻ പറ്റും, ഇതാണ് സെൽ വോൾ ഓഫ് ദി ബാക്ടീരിയ. ആൻഡ് സെൽ വോളിൻ്റെ ദിസ് പാർട്ട് ഈസ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ദിസ് ഇസ് ദി സെൽ മെംബ്രെയിനകത്തുള്ളൊരു പാർട്ടാണ് PBP, ദാറ്റ് ഈസ് ദി ടാർഗറ്റ് പ്രോട്ടീൻ, പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. സോ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനോട് ഈ സെൽ വോളിനെ എങ്ങനെ സെൽ വോളിനകത്തുള്ള പെപ്റ്റിഡോഗ്ലൈക്കനെ എങ്ങനെയാണ് ഇവർ ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സിന്തസിസ് ഓഫ് ദി പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സിന്തസിസ് ആണ് അവിടെ ക്രോസ് ലിങ്കിങ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എൻസൈം ട്രാൻസ്പെപ്റ്റിഡേസ്. ദാറ്റ് ദി പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനോട് ട്രാൻസ്പെപ്റ്റിഡേസ് എന്ത് ചെയ്യും? ക്രോസ് ലിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സെൽ വോൾ സെൽ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ആൻഡ് PBP ആർ ദി എൻസൈം പ്രസൻറ്റ് ഇൻ ദി സെൽ മെംബ്രെയിൻ വിച്ച് ടേക്ക് പാർട്ട് ഇൻ ദി ക്രോസ് ലിങ്കിങ് ഓഫ് ദി പെപ്റ്റിഡോഗ്ലൈക്കൻസ്. നൗ ഈ ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന്? Beta lactam antibiotics, they makes covalent bond with PBP. PBP എന്ന് പറയുമ്പോൾ എന്താ? പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. they are present on the cell membrane and they are the target proteins. ഈ ടാർഗറ്റ് പ്രോട്ടീൻസിനോട് ഇവർ കോവലൻറ്റ് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ കോവലൻറ്റ് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ക്രോസ് ലിങ്ക് സംഭവിക്കുന്നില്ല. പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ മെംബ്രെയിനുമായിട്ട് ഒരു ക്രോസ് ലിങ്ക് വരുന്നില്ല. ദസ് ഇറ്റ് ഇൻഹിബിറ്റ് സിന്തസിസ് ഓഫ് ദി പെപ്റ്റിഡോഗ്ലൈക്കനകത്തൊരു ക്രോസ് ലിങ്കിങ് ഉണ്ടല്ലോ, ആ ക്രോസ് ലിങ്കിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ദസ് ഈ ക്രോസ് ലിങ്ക് ഇല്ലാത്തത് കൊണ്ട് പെപ്റ്റിഡോഗ്ലൈക്കൻസ് എന്ത് ചെയ്യും? സിന്തസിസ് ചെയ്യാൻ പറ്റില്ല. ദേ ഇൻഹിബിറ്റ് ദി സിന്തസിസ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻസ്. ദസ് സെൽ വോൾ ഡെഫിസിറ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആയിരിക്കും ഡെവലപ്പ് ആവുന്നത്. അങ്ങനെ സെൽ വോൾ ഡെഫിസിറ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണെങ്കിൽ ദേ കനോട്ട് വിത്ത്സ്റ്റാൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അങ്ങനെ ഓസ്മോട്ടിക് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദേ അണ്ടർഗോ ലൈസിസ്. ദിസ് ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആർ ബാക്ടീരിയോസിഡൽ ഇൻ നേച്ചർ ആൻഡ് ദേ ആക്ട് ഓൺ ആക്റ്റീവ്ലി മൾട്ടിപ്ലൈയിങ് ബാക്ടീരിയ. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്തായിരുന്നു?
ഈ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ദേ മേക്ക് കോവലന്റ് ബൈൻഡിങ് വിത്ത് ദി PBP. ഇപ്പോൾ PBPനോട് ഇവർ കോവലന്റ് ബൈൻഡിങ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ പെപ്റ്റിഡോഗ്ലൈക്കൻസിനകത്ത് ക്രോസ് ലിങ്കിങ് നടക്കത്തില്ല അല്ലേ. പെപ്റ്റിഡോഗ്ലൈക്കൻസ് എന്താ NAG ആൻഡ് NAM, ദാറ്റ് ഇസ് N-acetyl ഗ്ലൂക്കോസമൈൻ ആൻഡ് N-acetyl മ്യൂറാമിക് ആസിഡ്. ഇവർ രണ്ടുപേരും ഈ രണ്ട് കോമ്പൗണ്ടും ക്രോസ് ലിങ്ക് ഉണ്ടാക്കുന്നുണ്ട്, പെപ്റ്റൈഡ് ചെയിൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ മേക്ക് ക്രോസ് ലിങ്ക് വിത്ത് ദി പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഇഫ് ക്രോസ് ലിങ്കിങ് ഈസ് നോട്ട് ഹാപ്പനിങ്, എന്ത് പറ്റും? പെപ്റ്റിഡോഗ്ലൈക്കൻസിൻ്റെ സിന്തസിസ് നടക്കുന്നില്ല. ദസ് ഇൻഹിബിറ്റ് സിന്തസിസ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻസ്. പെപ്റ്റിഡോഗ്ലൈക്കൻസ് ആണ് എന്ത് സെൽ വോൾ, റിജിഡ് സെൽ വോൾ ബാക്ടീരിയത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻസ് ആണ്. ഇഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് ഡെഫിസിറ്റ്, ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ, സെൽ വോൾ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഓസ്മോട്ടിക് പ്രഷറിൽ ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ദേ അണ്ടർഗോ ലൈസിസ് ആൻഡ് thus this drug is having bactericidal effect and they act on actively multiplying bacteria. മെയിൻലി ഇത് എഫക്റ്റ് ആവുന്നത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിലാണ്. ദേ ആർ എഫക്റ്റിംഗ് ഗ്രാം പോസിറ്റീവ്. ബാക്ടീരിയാസ് ആർ മോർ സസെപ്റ്റബിൾ ടു ദി പെൻസിലിൻ ബിക്കോസ് ദേ ഹാവ് എ തിക്ക് സെൽ വോൾ. തിക്ക് സെൽ വോൾ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാം പോസിറ്റീവ് ആയിരിക്കും, കാരണം സെൽ വോൾ തിക്ക് ആയതുകൊണ്ടാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. സോ തിക്ക് സെൽ വോൾ ആയതുകൊണ്ട് ഗ്രാം പോസിറ്റീവിനും ആയിരിക്കും മോർ സസെപ്റ്റബിൾ. വെറസ് ഗ്രാം നെഗറ്റീവ് ഇസ് ലെസ് സസെപ്റ്റബിൾ ബിക്കോസ് ദെയർ സെൽ വോൾ ഇസ് തിൻ ആൻഡ് മേഡ് അപ്പ് ഓഫ് ലൈപ്പോപ്രോട്ടീൻ, ലൈപ്പോപോളിസാക്കറൈഡ് ഉണ്ടാക്കിയ തിൻ സെൽ വോൾ ആയതുകൊണ്ട് അവരെ ലൈറ്റ് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് തിക്ക് സെൽ വോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദർ സർവൈവൽ. സോ സെൽ വോൾ ഡെഫിസിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് കിൽസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. Some bacteria is having resistance to beta-lactamase. So the bacteria which develop resistance to the penicillin by one of the following mechanism വഴിയായിരിക്കും. Either they produces pencillinase. Pencillinase എന്ന് പറയുമ്പോൾ എന്താ? These are the enzymes which is a beta-lactamase enzyme ആണ് pencillinase. അങ്ങനെ ഈ പെൻസിലിനേസ് എന്ത് ചെയ്യും? പെൻസിലിനകത്തുള്ള ബീറ്റാ-ലാക്ടമേസ് റിങ്ങിനെ ഓപ്പൺ ചെയ്യും. ഈ ബീറ്റാ-ലാക്ടം റിങ് ആണ് ഇവർക്ക് ആൻറ്റിബയോട്ടിക്, ബീറ്റാ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്നല്ല പറയുന്നത്. സോ ബീറ്റാ-ലാക്ടം റിങ് ആണ് ഇവർക്ക് ആൻറ്റിബയോട്ടിക് ഇഫക്റ്റ്, ബാക്ടീരിയസിഡൽ ഇഫക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബീറ്റാ-ലാക്ടം റിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് ഇനാക്ടിവേറ്റ് പെൻസിലിൻ. സോ ഇനാക്ടിവേറ്റഡ് പെൻസിലിൻ മേക്സ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുമോ? ബാക്ടീരിയസിഡൽ ഇഫക്റ്റ് ഉണ്ടാക്കുമോ? ഇല്ല. സോ ദീസ് ബാക്ടീരിയസ് ആർ റെസിസ്റ്റൻറ്റ് ടു ദി പെൻസിലിൻ. Then there are several types of beta-lactamase. Some of them selectively hydrolyzes the penicillin and thus inactivate both penicillins and cephalosporin. ഈ carbapenem resistant ആയിട്ടുള്ള ചില ബാക്ടീരിയസ് ഉണ്ട്. they get inactivated by the carbapenemase. Okay. Next is altered target protein. ഈ PBP ഉണ്ടല്ലോ, PBPൻ്റെ നേരത്തെ പറഞ്ഞത് ഈ ക്രോസ് ലിങ്കിങ് ഓൾറെഡി പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ ഡെവലപ്പ് ചെയ്യണം, പെപ്റ്റിഡോഗ്ലൈക്കൻ ഡെവലപ്പ് ചെയ്യണം അല്ലെ. ഈ NAM-ഉം NAG-യും വെച്ചിട്ട് അവർ പെപ്റ്റൈഡ് ചെയിൻ വെച്ച് അവർ രണ്ടുപേരും കൂടെ ബൈൻഡ് ചെയ്യും. ആൻഡ് ബൈൻഡ് ചെയ്ത സാധനം ട്രാൻസ്പെപ്റ്റിഡീസ് എന്ന എൻസൈമിനോട് ഹെൽപ്പോട് കൂടി ക്രോസ് ലിങ്ക് ചെയ്യും പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനുമായിട്ട്. ആൻഡ് ഇഫ് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ ഓൾട്ടേഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ബാക്ടീരിയ സെൽ വോൾ റെഡ്യൂസസ് ദി അഫിനിറ്റി ഫോർ ദി പെൻസിലിൻ അല്ലേ. ഇപ്പോൾ PBP ഓൾട്ടേഡ് ആണ്, ഓൾട്ടേഡ് PBPനോട് പെൻസിലിന് ആക്ട് ചെയ്യാം, പെൻസിലിന് അവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ദസ് റെഡ്യൂസസ് ദി അഫിനിറ്റി ഫോർ ദി പെൻസിലിൻ. സോ ഒന്നെങ്കിൽ ഓൾട്ടേഡ് ടാർഗറ്റ് PBP ആവാം, അല്ലെങ്കിൽ പെൻസിലിനേസ് ആ ഒരു ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാവാം. ഇൻ കേസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, എന്തുകൊണ്ടാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അത്ര എഫക്റ്റീവ് അല്ലാത്തത്? ബിക്കോസ് ഓഫ് ദി തിൻ സെൽ വോൾ. സെൽ വോൾ തിന്നാണ്, ദേ ഹാവ് പുവർ പെനിട്രേഷൻ. ബൈ തിൻ ആയതുകൊണ്ട് പുവർ പെനിട്രേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് ദ സെൽ വോൾ ഇസ് മേഡ് അപ്പ് ഓഫ് ലൈപ്പോപോളിസാക്കറൈഡ്സ്, അതുകൊണ്ടാണ്. ആൻഡ് ദസ് ദേ പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ആൻഡ് ദേ ഓൾസോ ഹാവ് ഇഫ്ലെക്സ് പമ്പ്. ഇഫ്ലെക്സ് പമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സൈറ്റോപ്ലാസത്തിൽ നിന്നും പെരിപ്ലാസത്തിൽ നിന്നും ഉള്ള ഈ ആൻറ്റിബയോട്ടിക് കമ്പോണൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർ പുറത്തേക്ക് ഇഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. ദസ് ഇറ്റ് മേക്സ് സർവൈവൽ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് കമ്പയറിംഗ് ടു ഗ്രാം പോസിറ്റീവ്. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തിക് സെൽ വോൾ അവർക്കുള്ളത്. സോ സെൽ വോൾ സിന്തസിസ് ചെയ്തില്ലെങ്കിൽ ദേ അണ്ടർഗോ ലൈസിസ്, ബാക്ടീരിയോസിഡൽ ഇഫക്റ്റ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഇവിടെ നടക്കും. വെറസ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സെൽ വോൾ ഓൾറെഡി തിന്നാണ് ആൻഡ് ദേ ഹാവ് ഇഫ്ലെക്സ് പമ്പ്. ഇഫ്ലെക്സ് പമ്പ് എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും അവരുടെ സൈറ്റോപ്ലാസത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റിക് പ്രൊഡക്റ്റ് അവരുടെ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇഫ്ലെക്സ് ചെയ്ത് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് പെൻസിലിൻ. നെക്സ്റ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പെൻസിലിൻ. പെൻസിലിൻ മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത് നാച്ചുറൽ പെൻസിലിൻ, സെമി സിന്തറ്റിക് പെൻസിലിൻ ആൻഡ് ബീറ്റാ-ലാക്ടം ഇൻഹിബിറ്റേഴ്സ് ആയിട്ടാണ്. നാച്ചുറൽ പെൻസിലിൻ എന്ന് പറയുമ്പോൾ പെൻസിലിൻ G ഓർ ബെൻസൈൽ പെൻസിലിൻ ആണ്. ഓക്കെ, പെൻസിലിൻ G ഓർ ബെൻസൈൽ പെൻസിലിൻ. ഇത് ഓർത്ത് വെക്കാൻ എല്ലാത്തിനും സിലിൻ ഉണ്ട്, എല്ലാ ഡ്രഗിൻ്റെയും പേരിൽ സിലിൻ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ്റെ എല്ലാ ഡ്രഗ്സും ഓർത്ത് വെക്കാൻ പറ്റുന്നത്.
നാച്ചുറൽ പെൻസിലിൻ ആണെങ്കിൽ ബെൻസൈൽ പെൻസിലിൻ അല്ലെങ്കിൽ പെൻസിലിൻ ജി എന്ന് ഓർത്ത് വെക്കുക. വേറെ സെമി സിന്തറ്റിക് തന്നെ മെയിൻലി 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആസിഡ് റെസിസ്റ്റൻറ്റ് ഓൾട്ടർനേറ്റീവ് ടു പെൻസിലിൻ ജി ഉണ്ട്, പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെൻസിലിൻസ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിൻ. ഈ നാച്ചുറൽ പെൻസിലിൻ എന്ന് പറയുമ്പം നാരോ സ്പെക്ട്രമാണ് വരുന്നത്. ആൻഡ് വേറെ അതുകൊണ്ടാണ് ഇവിടെ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. ദെൻ ആസിഡ് റെസിസ്റ്റൻറ്റ് ഓൾട്ടർനേറ്റീവ് ടു പെൻസിലിൻ ജി. എന്തിനാണ് ആസിഡ് റെസിസ്റ്റൻറ്റ് ഓൾട്ടർനേറ്റീവ് പെൻസിലിൻ ജിക്ക് കണ്ടുപിടിച്ചത്? പെൻസിലിൻ വി ആണ് അത് വരുന്നത്. എന്തുകൊണ്ടത് കണ്ടുപിടിച്ചത്? ബിക്കോസ് ഈ പെൻസിലിൻ ജി എന്നുള്ളത് ദേ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബൈ ദി ഗ്യാസ്ട്രിക് ജ്യൂസ്. സോ ബയോ അവൈലബിലിറ്റി ഇവർക്ക് ഭയങ്കര കുറവാണ് പെൻസിലിൻ ജിക്ക്. ദസ് IV ഇൻഫ്യൂഷൻസ് ആയിരിക്കും പെൻസിലിൻ ജി IV ഇൻഫ്യൂഷൻ വഴിയായിരിക്കും ചെയ്യുന്നത്. വേറാസ് ബിക്കോസ് ഓഫ് ദിയർ ആസിഡ് റെസിസ്റ്റൻസ് ഇത് ഓറലി കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പെൻസിലിൻ ബി വന്നത്. പെൻസിലിൻ ബി എന്ന് പറയുമ്പം ദേ ആർ ആസിഡ് റെസിസ്റ്റൻറ്റ് ഓൾട്ടർനേറ്റീവ് ടു പെൻസിലിൻ ജി. ദേ ക്യാൻ ബി ഗിവൺ orally also. Then next is penicillinase resistant penicillin. There are many bacteria like gram negative bacteria especially produce ചെയ്യുന്നുണ്ട് in the penicillinase, and this penicillinase നോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെൻസിലിൻ ആണെന്നുണ്ടെങ്കിൽ it is effective against gram negative also. So which includes methicillin, clozacillin, diclozacillin. Methicillin, clozacillin and diclozacillin are the penicillinase resistant penicillin. Next is extended spectrum penicillin. Extended spectrum penicillin എന്ന് പറയുമ്പം അമിനോ പെൻസിലിൻസ് ഉണ്ട്, കാർബോക്സി പെൻസിലിൻ, യൂറിഡോ പെൻസിലിൻ. അമിനോ പെൻസിലിൻ എന്ന് പറയുമ്പം ആംബിസിലിനും അമോക്സിസിലിൻ, പാക്ക് ആംബിസിലിൻ ഒക്കെയാണ്. വേറെ യൂറിഡോ പെൻസിലിൻ എന്ന് പറയുമ്പം പൈപ്പറാസിൻ, മെസ്ലോസിലിൻ ആൻഡ് പൈപ്പറാസിൻസ് ആർ ദി യൂറിഡോ പെൻസിലിൻസ്. കാർബോക്സി പെൻസിലിൻസ് എന്ന് പറയുമ്പം കാർബെനിസിലിൻ ആൻഡ് ടിക്കാർസിലിൻ ആൻഡ് കാർബെനിസിലിൻസ് ആർ ദി കാർബോക്സി പെൻസിലിൻസ്. ദെൻ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആർ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ സിലിൻ വരാത്തത്. ഓക്കെ, ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ക്ലാവുലാനിക് ആസിഡ്, സെൽബാക്ടം, ടാസോബാക്ടം. ഈ ബീറ്റ ലാക്ടമേസ് ലാക്ടം ബാക്ടം ഇങ്ങനെ ഓർത്ത് വെക്കാം. സെൽബാക്ടം ആൻഡ് ടാസോബാക്ടം അലോങ് വിത്ത് ക്ലാവുലാനിക് ആസിഡ്. ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പെൻസിലിൻ. സോ പെൻസിലിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: നാച്ചുറൽ, സെമിസിന്തറ്റിക്, ബീറ്റ ലാക്ടം ഇൻഹിബിറ്റർ. ഈ ബീറ്റ ലാക്ടമേസ് തന്നെയാണ് പെൻസിലിനേസ്. ഓക്കെ, പെൻസിലിനേസ് എന്ന് പറഞ്ഞാൽ എന്താ? ബീറ്റ ലാക്ടം റിങ് പൊട്ടിക്കുന്നു, അത്രേ ഉള്ളൂ. സോ നാച്ചുറൽ പെൻസിലിൻസ് ഉണ്ട്. സെമി സിന്തറ്റിക് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ആസിഡ് റെസിസ്റ്റൻസ്, പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിന് വൈഡ്. ഇവിടെ എന്ന് പറയുമ്പോൾ നാരോ ആയിരുന്നല്ലോ, സോ ഇവിടെ വൈഡ് സ്പെക്ട്രമാണ്. അമിനോ പെൻസിലിൻസ് ഉണ്ട്, യൂറിഡോ പെൻസിലിൻസ്, കാർബോക്സി പെൻസിലിൻസ്. ദെൻ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ക്ലാവുലാനിക് ആസിഡ്, സെൽബാക്ടം ആൻഡ് ടാസോബാക്ടം. പെൻസിലിൻ ജി. ഈ പെൻസിലിൻ ജി ഈസ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് കോക്കി. ഗ്രാം പോസിറ്റീവ് കോക്കി എല്ലാ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള കോക്കയ്ക്കും ബാസിലിക്കും ഒക്കെ ഇഫക്റ്റീവാണ് പെൻസിലിൻ ജി. ആൻഡ് ഫ്യൂ ഗ്രാം നെഗറ്റീവിനെ ഇവർ ഇഫക്റ്റീവ് ആയിട്ടുള്ളൂ. ഈ എക്സാമ്പിളായിട്ടാണ് സ്ട്രെപ്റ്റോകോക്കി, ന്യൂമോകോക്കി, ഗോണോകോക്കി, മെനിൻജിയോകോക്കി, ബി ആന്ത്രാസിസ്, സി ഡിഫ്തീരിയ, ക്ലോസ്ട്രീഡിയം, ലിസ്റ്റെറ, സ്പൈറോക്കീറ്റ്സ്. ദെൻ ഫാർമക്കോകൈനറ്റിക്സ് പറയുകയാണെങ്കിൽ ദേ ആർ ആസിഡ് ലബൈലാണ്. ബെൻസൈൽ പെൻസിലിൻ പെൻസിലിൻ ജി എന്ന് പറയുന്നത് ദേ ആർ ആസിഡ് ലബൈൽ ഓർ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ വിറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ദസ് ദേ ആർ ഹാവിങ് എ ലോ ബയോ അവൈലബിലിറ്റി. ആൻഡ് ദെൻ നോർമലി ദേ കനോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഫ്ലമേഷൻസ്, മെനിഞ്ചൈറ്റിസ് ഒക്കെ ഉള്ള സമയത്ത് ദേ ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബിക്കോസ് ഇൻഫ്ലമേഷൻ വീക്കൺസ് ദി ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ദസ് പെൻസിലിൻ വിൽ റീച്ച് ദി ബ്രെയിൻ. അതുകൊണ്ട് തന്നെ മെനിഞ്ചൈറ്റിസിനൊക്കെ ദേ ആർ ഇഫക്റ്റീവ്. ആൻഡ് ദേ ആർ എക്സ്ക്രീറ്റഡ് ബൈ കിഡ്നി. സോ എന്തെങ്കിലും റീനൽ ഫെയിലിയർ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ റീനൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാൾക്കോ എന്ത് സംഭവിക്കും? ഈ പെൻസിലിൻ്റെ T1/2 കൂടുതലായിരിക്കും, പ്രൊലോങ്ഡ് ആക്ഷൻ ഉണ്ടാവും. നോർമലി പെൻസിലിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് T1/2 ഈസ് ഓൺലി ഫോർ 10 hours. ദസ് probenecide is also added because they combat for the renal tubular secretions and thereby prolongs the duration of action of penicillin. So probonicides കൊടുക്കാറുണ്ട് പെൻസിലിൻ്റെ കൂടെ, സോ ദാറ്റ് എന്ത് പറ്റും? പ്രൊലോങ് ദി ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. വേറെ ഇൻ കേസ് ഓഫ് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ നിയോനേറ്റ്സിനൊക്കെ റീനൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്കൊക്കെ എന്ത് പറ്റും? ഈ പെൻസിലിൻ്റെ T1/2 പ്രൊലോങ് ചെയ്തിട്ടുണ്ടാകും. കാരണം എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയിലൂടെ. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എക്സ്ക്രീഷൻ ഈസി ആയിരിക്കില്ല. റിപ്പോസിറ്ററി പെൻസിലിൻ എന്ന് പറയുമ്പോഴത്തേക്കും റിപ്പോസിറ്ററി ഫോംസ് ഉണ്ട് പെൻസിലിൻ്റെ. ഈ പെൻസിലിന് ഷോർട്ട് ആക്ടിങ്. സോ റിപ്പോസിറ്ററി ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ദേ ആർ ലോങ് ആക്ടിങ് ആയിരിക്കും, വിച്ച് ആർ പ്രൊക്കെയിൻ പെൻസിലിൻ, ബെൻസാഥൈൻ പെൻസിലിൻ. ബട്ട് ഈ പ്രൊക്കെയിൻ പെൻസിലിനിൽ പ്രൊക്കെയിൻ കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് ദേ മൈറ്റ് ബി അലർജിക്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കൂടുതലായിരിക്കും.
ആൻഡ് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ദേ ആർ സ്ലോലി അബ്സോർബ്ഡ്. സ്ലോലി അബ്സോർബ്ഡ് ആണ്. അത് കൂടാതെ ദേ ആർ വിത്ത് പ്രൊലോങ്ഡ് ബ്ലഡ് ലെവൽ ആൻഡ് ആർ ലോങ്ങർ ആക്ടിങ് ആണ്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ലെവൽ ഉണ്ടാവും ആൻഡ് ദേ ആർ സ്ലോലി അബ്സോർബ്ഡ്. ഇതാണ് റിപ്പോസിറ്ററി പെൻസിലിൻ്റെ യൂസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. Now adverse effect of penicillin. Penicillin adverse effect എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്. മെനി പീപ്പിൾസ് ആർ അലർജിക് ടു പെൻസിലിൻ, റൈറ്റ്? സോ പെൻസിലിൻ ജി ഈസ് ദി മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡ്രഗ് അലർജി. Degradation products of penicillins like penicillinoic acid is antigenic ആണ്. The allergic reaction ranges from skin rashes, urticaria, pruritus. ഈ അർട്ടിക്കേരിയ എന്ന് പറഞ്ഞാലും പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞാലും ഇച്ചിങ് തന്നെയാണ്. ഫീവർ, ദെൻ ബ്രോങ്കോസ്പാസം എന്ന് പറയുമ്പോൾ നാരോയിങ് ഓഫ് ദി ബ്രോങ്കിയൽ എയർവേ ഡ്യൂ ടു മസിൽ സ്പാസം. ദെൻ സെറം സിക്നസ് എന്ന് പറഞ്ഞാൽ എന്താ? സെറം സിക്നസ് എന്ന് പറയുമ്പം ഏതൊരു മെഡിക്കേഷന് എഗെയിൻസ്റ്റ് ആയിട്ടും നമ്മുടെ ബോഡി ആൻഡ് നമ്മുടെ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ടു ദി മെഡിക്കേഷൻ നടത്തുന്നുണ്ടാവും ഏതൊരു മെഡിക്കേഷൻ്റെ എതിരെ. ആൻഡ് ദിസ് കോസസ് ഫീവർ, റാഷ്, പോളിആർത്രൈറ്റിസ് ആൻഡ് പോളിആർത്രalgia. ആൻഡ് റെയർലി എക്സ്ഫോളിയേറ്റീവ് dermatitis and anaphylaxis. Anaphylaxis എന്ന് പറഞ്ഞാൽ എന്താ? സിവിയർ അലർജി. So topical penicillins are highly sensitizing and their use is banned because of highest incidence of hypersensitivity is with the procaine penicillin, where allergies is more often due to procaine compound. Now precautions while taking penicillin as IV penicillin എടുക്കുന്നതിനൊക്കെ മുമ്പുള്ള precautions. First of all, history of allergy to the penicillin should be taken before prescribing. Incidence is highest among atopic individuals. Then a scratch test or intradermal sensitivity test should be done. And then even if this is negative, it does not completely rule out the allergy. So penicillin administrative എന്ത് precaution ആയിട്ട് എന്താ ചെയ്യുന്നത്? A syringe loaded with the adrenaline to treat anaphylaxis should be kept ready. Okay, so the syringe loaded with adrenaline should be treat anaphylaxis should be kept ready. ഇതാണ് precautions for before taking insulin. പെൻസിലിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി മാത്രമല്ല അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ടുള്ളത്, വേറെ എന്തൊക്കെയുണ്ട്? ലോക്കൽ അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ കോസ് പെയിൻ അറ്റ് ദി സൈറ്റ് ഓഫ് IM ഇഞ്ചക്ഷൻ ആണെങ്കിൽ പെയിൻ ഉണ്ടാക്കും. IV ഇഞ്ചക്ഷൻ ആണെങ്കിൽ എന്തുണ്ടാക്കും? ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? സ്വെല്ലിങ് ഉണ്ടാക്കും. വെയിൻസിലൊക്കെ ഡയലേറ്റഡ് ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ ഫോം ചെയ്ത് വെയിൻസ് എന്ത് ചെയ്യാം? ഡയലേറ്റഡ് ആവാം. ദാറ്റ് ഈസ് ത്രോംബോഫ്ലെബൈറ്റിസ് ഡ്യൂ ടു IV ഇഞ്ചക്ഷൻ. ലാർജ് ഡോസ് ഡ്യൂ ടു ഇറിറ്റേഷൻ ഒക്കെ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ദെൻ CNSൻ്റെ കേസിലാണെങ്കിലോ ലാർജ് ഡോസ് ഓഫ് പെൻസിലിൻ G IV ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസസ് എന്ത്? ലാർജ് ഡോസ് IV ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കൺഫ്യൂഷൻസ്, മസിൽ ട്വിച്ചിങ്, കൺവൾഷൻ ആൻഡ് കോമ. CCC എന്ന് ഓർത്ത് വെച്ചാൽ മതി. കൺഫ്യൂഷൻ, കൺവൾഷൻ, കോമ ആൻഡ് മസിൽ ട്വിച്ചിങ്. ആൻഡ് ഇത് മെയിൻലി വരുന്നത് എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് റീനൽ ഡിസ്ട്രക്ഷൻ. ഈ ഡോസ് കൂടുന്ന എപ്പോഴാണ്? റീനൽ പ്രോപ്പറായിട്ട് ഈ റീനലിൽ കൂടെ ആണല്ലോ, കിഡ്നി കൂടെ ആണല്ലോ എക്സ്ക്രീഷൻ നടക്കുന്നത്. എക്സ്ക്രീഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ബോഡിയിലുള്ള ഈ അക്യുമുലേഷൻ കാരണം ഡോസ് കൂടുതലായിരിക്കും ബോഡിയിലുള്ളത്. സോ വാട്ട് ഹാപ്പൻസ്? കോസസ് കൺഫ്യൂഷൻ, മസിൽ ട്വിച്ചിങ്, കൺവൾഷൻ ആൻഡ് കോമ. നെക്സ്റ്റ് ഈസ് ജെറിഷ് എക്സിമർ റിയാക്ഷൻ എന്ന് പറയുന്നത് സിഫിലിസ് ഉള്ള പേഷ്യൻസിൽ എന്ത് പറ്റും? ഈ പെൻസിലിൻ G കൊടുക്കുമ്പോഴത്തേക്കും സഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് സ്പൈറോക്കീറ്റ്സ് നടക്കും. സഡൻലി സ്പൈറോക്കീറ്റ്സിനെ ഡിസ്ട്രക്ട് ചെയ്യുമ്പം ബൈ ലൈസിസ് ആയിരിക്കുമല്ലോ, ഒരു കൊല്ലുമായിരിക്കും. ലൈസിസ് എന്ന് പറയുമ്പോൾ എന്താ? കില്ലിങ്, റൈറ്റ്? സോ ലൈറ്റിക് പ്രൊഡക്ട്സ് ചിലപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ലൈറ്റിക് പ്രൊഡക്ട്സ് എന്തുണ്ടാക്കും? ദേ ട്രിഗേഴ്സ് എ റിയാക്ഷൻ വിത്ത് ഫീവർ, മയാൾജിയ, ഷിവറിങ്, exacerbation of syphilitic lesions and vascular collapse ഉണ്ടാക്കും. They trigger reaction with the fever, myalgia, shivering, exacerbation of syphilitic lesion and vascular collapse. Then therapeutic uses ഉണ്ടോ? പെൻസിലിൻ തെറാപ്യൂട്ടിക്സ് യൂസസ് ഓർക്കാൻ വേണ്ടിയിട്ട് പത്മ സ്റ്റോപ്പ് സിഫിലിസ് ആൻഡ് ലെപ്റ്റോസൈറോസിസ് നോക്കാം. സോ P for pneumococcal infection. Pneumococcal infection എന്ന് പറയുമ്പോൾ ഫോർ ദി ഇൻഫെക്ഷൻസ് ലൈക്ക് ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, ഓസ്റ്റിയോമൈലൈറ്റിസ് ഡ്യൂ ടു പെൻസിലിൻ സെൻസിറ്റീവ് ന്യൂമോകോക്കൈ ഡ്രഗ് ഓഫ് ചോയ്സ് പെൻസിലിൻ G തന്നെയാണ്. ഓക്കെ, സോ നോർമലി അറിയാലോ മിക്ക ഇൻഫെക്ഷൻസിനും പെൻസിലിൻ തന്നെയല്ലേ. സോ ന്യൂമോകോക്കൽ ഇൻഫെക്ഷനാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഈസ് A ഫോർ അനേറോബിക് ഇൻഫെക്ഷൻസ്.
Anaerobic infections like pulmonary, periodontal and brain abscess due to anaerobic response. Pulmonary, periodontal and brain abscess ഒക്കെ anaerobic infection എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡി ഫോർ ഡിഫ്തീരിയ. ഡിഫ്തീരിയയിലാണെങ്കിലോ മെയിൻലി ആൻറ്റിടോക്സിൻ ഉപയോഗിച്ചാൽ മാത്രമേ ഡിഫ്തീരിയ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ക്യാരിയേഴ്സിറ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലിൻ ജി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ന്യൂമോണിക് അനുസരിച്ച് പത്മ നെക്സ്റ്റ് എം ആണല്ലേ. എം എന്ന് പറയുമ്പോൾ മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ. മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സും ഇത് തന്നെയാണ് ആക്ടിനോമൈക്കോസിസ്. ആക്ടിനോമൈക്കോസിസ് എന്ന് പറയുമ്പോൾ ആക്ടിനോമൈക്കോസിസിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് പെൻസിലിൻ ജി. നെക്സ്റ്റ് സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ. സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ. സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റഫൈലോകോക്കി പ്രൊഡ്യൂസസ് പെൻസിലിനേസ് ബിക്കോസ് ദേ ആർ ഗ്രാം നെഗറ്റീവ്. സോ പെൻസിലിനേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെൻസിലിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, വിച്ച് ആർ മെത്തിസിലിൻ, ക്ലോസാസിലിൻ ആൻഡ് ഡൈക്ലോസാസിലിൻ. Tetanus and gas gangrene. The antitoxin is the treatment. Antitoxins ആണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ടെറ്റനസിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് അഡ്ജുവൻ്റ് ആയിട്ട് ദാറ്റ് ഈസ് പെൻസിലിൻ ജിയും യൂസ് ചെയ്യാറുണ്ട്. ദസ് ഗ്യാസ് ഗാൻഗ്രീനിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് പെൻസിലിൻ ജിയാണ്. ഓക്കെ. ദെൻ അതർ ഇൻഫെക്ഷൻസ് ലൈക്ക് ആന്ത്രാക്സ്, ട്രെഞ്ച് മൗത്ത്, റൈറ്റ് ബൈറ്റ് ഫീവർ, ലിസ്റ്ററ ഇൻഫെക്ഷൻസ് ഒക്കെയാണ് അതർ ഇൻഫെക്ഷനിൽ വരുന്നത്. ദെൻ പ്രൊഫൈലാക്റ്റിക് യൂസ് പറയുന്നത് റുമാറ്റിക് ഫീവറിൽ പെൻസാത്തിൻ പെൻസിലിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് എവറി മന്ത് ടു പ്രിവെൻറ്റ് കൊളോണൈസേഷൻ ഓഫ് സ്ട്രെപ്റ്റോകോക്ക് ആൻഡ് ദെർബൈ ഡിക്രീസസ് റിക്കറൻസ് റുമാറ്റിക് ഫീവർ. റുമാറ്റിക് ഫീവർ എന്ന് പറയുമ്പോൾ എന്താ, ഇവരുടെ റിക്കറൻസ് ഭയങ്കര കൂടുതലാണല്ലേ. സോ റിക്കറൻസ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, പെൻസാത്തിൻ പെൻസിലിൻ യൂസ് ചെയ്യും എവറി മന്ത്. ഗൊണേറിയ ആൻഡ് സിഫിലിസ്. ഗൊണേറിയ സിഫിലിസിൻ്റെ ആണെങ്കിൽ the sexual contacts are effectively protected against these diseases when treated with the penicillin within 12 hours of exposure. Then valvular heart disease ആണ്. heart disease എന്ന് പറയുമ്പോൾ they are following dental extraction ആണ് ഈ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. The patient with the valvular heart disease undergoing dental extraction, endoscopy or minor surgical procedure എന്തുണ്ടാക്കും, ബാക്ടീരിയമി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് പെൻസിലിൻസ് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. പ്രൊഫൈലാക്റ്റിക് ആയിട്ട് പെൻസിലിൻ യൂസ് ചെയ്യുന്നത് വാൽവുലർ ഹെർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഡ്യൂറിങ് ടൂത്ത് എക്സ്ട്രാക്ഷൻ ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന ടൈമിൽ. ദെൻ അതല്ലാതെ STIയിൽ വിത്തിൻ 12 hours തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻസിലിൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ റൊമാറ്റിക് ഫീവറിനകത്താണെങ്കിൽ ടു പ്രിവെൻറ്റ് ദ റെക്കറൻസ് പെൻസിലിൻ ഈസ് യൂസിങ്. ദെൻ വൺ മോർ ഇൻഫെക്ഷൻ സിഫിലിസിലും പ്രോക്കെയിൻ പെൻസിലിൻ അല്ലെങ്കിൽ ബെൻസാത്തൈൻ പെൻസിലിൻസ് ആർ യൂസ്. ദീസ് ആർ ദി റിപ്പോസിറ്ററി പെൻസിലിൻസ്. ദീസ് ആർ യൂസ്ഡ് ഇൻ സിഫിലിസ്. ലാസ്റ്റ്ലി leptospirosis ആണെങ്കിൽ leptospirosis is fatal. So this leptospirosis will respond to the penicillin initially. But leptospirosis is fatal too. ഇതാണ് mnemonic for the use of penicillin, which are Padma, Stoph, syphilis and leptospirosis നോക്കുക. P for pneumococcal infections like pneumonia, meningitis, anaerobic infections like brain, pulmonary, etc. sepsis. Then diarrhea ആണെങ്കിൽ eliminate carrier state, but antitoxins ആണ് effective. Then meningococcal infectionൽ meningitis ഒക്കെ ഉണ്ടെങ്കിൽ it can cause CSF. Then actinomycosis infectionൽ streptococcal infection ആണെങ്കിൽ ലൈക്ക് streptococcal infection എന്ന് പറയുമ്പോൾ pneumonia, pharyngitis, endocarditis ഒക്കെ യൂസ് ചെയ്യും. tetanus and gangrene. other infections like rat bite fever, anthrax, listeria infections. prophylactic ആയിട്ട് rheumatic feverൽ യൂസ് ചെയ്യുന്നത് gonorrhea and valvular disease of heart. staphylococcus infection യൂസ് ചെയ്യും. then syphilis and leptospirosis. സോ ഇത് ഓർത്ത് വെക്കാനായിട്ട് പത്മ, സ്റ്റോപ്പ്, സിഫിലിസ് ആൻഡ് leptospirosis നോക്കാം. സെമിസിന്തറ്റിക് പെൻസിലിൻ എന്ന് പറയുമ്പോൾ പെൻസിലിൻ 5 ആണ്. സോ പെൻസിലിൻ 5 ഈസ് ആസിഡ് സ്റ്റേബിൾ ആണ് കമ്പയറിംഗ് ടു പെൻസിലിൻ ജി ആൻഡ് ദേ ആർ മൈൽഡ് ഇഫക്റ്റീവ്. ഷോർട്ട് ആക്ടിംഗ് ആയിട്ടുള്ള നാരോ സ്പെക്ട്രം തന്നെ അവർക്കുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻ. ഈ പെൻസിലിനേസ് എന്ന് പറയുമ്പോൾ the resistant to hydrolysis to the penicillin is produced by the bacteria. So penicillinase bacteria produce ചെയ്യുമ്പോൾ these penicillins are resistant. Like example എന്തൊക്കെയാണ്, methicillin, then clozacillin, naphthalene, etc. and they are given parenterally. ഈ naphthalene ആണെങ്കിലോ naphthalines are resistant to the penicillinase and has useful activity against non-penicillinase producing organism also.
So if required parenteral administration, because of its unreliable absorption from the gut, parenteral administration ആണ് ഇവർക്കും വേണ്ടത്. And they bound to the plasma protein and primarily excreted in the bile. ഇത്രയും നേരം പറഞ്ഞ പെൻസിലിൻസും എക്സ്ക്രീറ്റ് ചെയ്തത് കിഡ്നിയിലാണ്, ബട്ട് നാഫ്സിലിൻ ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദി ബൈൽ. And they are penicillinase resistant, അതുകൊണ്ട് തന്നെ they are useful against gram negative species organisms like staphylococcus. അമിനോ പെൻസിലിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആംബിസിലിനും അമോക്സിസിലിനുമാണ്. ആംബിസിലിൻ ആണെന്നുണ്ടെങ്കിലും ആംബിസിലിൻ എന്ന് പറയുമ്പോഴത്തേക്കും they are active against both gram negative and gram positive organism including streptococci, meningococci, pneumonia and H. influenzae. And aminopenicillins are very effective against not only these E. coli, Proteus, most Enterobacter, Salmonella, Shigella and Klebsiella, but most strains are not resistant. The spectrum of activity can be widened by addition of beta-lactamase inhibitor. Ampicillin എന്ന് പറയുമ്പോൾ എന്താ, ആ ആസിഡ് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ക്യാൻ ബി ഗിവൺ ഓറലി ആൻഡ് ഓൾസോ IM. ആൻഡ് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ് ഡയറിയ ആൻഡ് റാഷസ്. ദെൻ യൂസസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. ഇവിടെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ യൂസ് ചെയ്യും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ യൂസ് ചെയ്യും, മെനിഞ്ചൈറ്റിസ്, ടൈഫോയിഡ്, സെപ്റ്റിസീമിയ, ബാക്ടീരിയ, ബാസിലറി ഡിസെൻട്രി, ദെൻ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് എന്നൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അമോക്സിസിലിൻ. Amoxicillin എന്ന് പറയുമ്പോൾ എന്താ, they are better absorbed orally than ampicillin. Then food does not interfere with their absorption. They attain high blood level than oral administration. Diarrhea ഒക്കെ റയർ ആയിരിക്കും ആൻഡ് they are long acting. ഇതാണ് ampicillin is used in similar infections as that of amoxicillin. So amoxicilliനും ampicilliനും similar infection യൂസ് ചെയ്യും because both of them are similar, but amoxicillin കുറച്ചും കൂടെ advantages ഉണ്ട്. But in case of shigellosis, amoxicillin is preferred over the ampicillin. No, usually, except for shigellosis, amoxicillin is preferred for the ampicillin, where amoxicillin is not very effective in case of shigellosis. Next is carboxypenicillins. Carboxypenicillins എന്ന് പറയുമ്പോൾ carbonicillin. The carbonicillins are effective against gram negative and gram positive organisms like Pseudomonas aeruginosa and Proteus infections, etc. ഇതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആയിട്ട് പറയുന്നത് എഡിമ, CCF ആൻഡ് ബ്ലീഡിംഗ് ആണ്. ദെൻ യൂസസ് ആർ യൂറിഡോപെൻസിലിൻസ് ആർ പ്രിഫേർഡ് ടു ദി കാർബോക്സിപെൻസിലിൻ. ദേ യൂസസ് ഓൾറെഡി പറഞ്ഞിരുന്നു, ദേ ആർ എഫക്റ്റീവ് എഗെയിൻസ്റ്റ് ബോത്ത് ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. ദെൻ യൂറിഡോപെൻസിലിൻ ആണെങ്കിലോ, യൂറിഡോപെൻസിലിനേസ് പറയുമ്പം ദേ ആർ എഫക്റ്റീവ് എഗെയിൻസ്റ്റ് വേരിയസ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം. ഗ്രാം നെഗറ്റീവിൽ തന്നെ വേരിയസ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത്, വിച്ച് ഇൻക്ലൂഡ്സ് സ്യൂഡോമോണാസ്, ക്ലെബ്ഷിയെല്ല, പ്രോട്ടിയസ്, H. influenzae. And നേരത്തെ പറഞ്ഞല്ലോ, യൂറിഡോപെൻസിലിൻസ് ആർ മോർ ഇഫക്റ്റീവ്, മോർ പ്രിഫേർഡ് ദാൻ കാർബോക്സിപെൻസിലിൻ. ബൈ ബിക്കോസ് മോർ ഓവർ ദ സോഡിയം കണ്ടൻറ്റ് ഇസ് വീക്ക്. കാർബോക്സിപെൻസിലിൻസിനൊക്കെ സോഡിയം കണ്ടൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, വേറസ് യൂറിഡോപെൻസിലിൻസിൽ സോഡിയം കണ്ടൻറ്റ് ലോ ആയതുകൊണ്ടാണ് ദേ ആർ മോസ്റ്റ് പ്രിഫേർഡ്. ആൻഡ് ദിസ് യൂറിഡോപെൻസിലിൻ ക്യാൻ ക്രോസ് blood-brain barrier. They are used along with the beta-lactamase കൂടെ ഇത് യൂസ് ചെയ്യാറുണ്ട് in case of severe infections. Next is beta-lactamase inhibitor. Beta-lactamase inhibitors are the enzyme produced by the bacteria and that open up the beta-lactam chain and inactivate the beta-lactam antibody. നേരത്തെ പറഞ്ഞ പോലെ തന്നെ beta-lactam chain എന്ത് ചെയ്യും, ഇവർ ഓപ്പൺ ചെയ്തിട്ട് they inactivate the beta-lactam antibody. Thus they are bactericidal in effect, which these beta-lactamase inhibitor bind to an inactive beta-lactamase, thereby preventing the destruction of beta-lactam antibody. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്, സ്റ്റഫൈലോകോക്കൈ, ഗോണോകോക്കൈ, E. coli, H. influenzae and others. Clavulanic acid എന്ന് പറയുമ്പോൾ they are obtained from the Streptomyces clavigerus and they bind to beta-lactamase and inactivate them by itself gets inactivated by this process. ഇത് suicidal inhibition. Suicidal inhibition എന്ന് പറഞ്ഞാൽ എന്താ, ഇറിവേഴ്സിബിൾ ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ദസ് വൺസ് ഇത് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. ദാറ്റ് ഈസ് suicidal inhibition. എങ്ങോട്ട് they bind to beta-lactamase produced by the organism and itself get inactivated. beta-lactamase അങ്ങനെ inactivated ആയി മാറും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇറ്റ്സ് ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ്. ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ് പറയുന്നത് they are parenterally ആണ് ഗിവൺ കൊടുക്കുന്നത് and they are metabolized and excreted by the glomerular filtration. ആൻഡ് ഇതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട് പറയുന്നത് GI ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ യൂസസിൽ പറയുന്നത് സെല്ലുലൈറ്റിസ്, ഡയബറ്റിക് ഫുഡ്, റെസ്പിറേറ്ററി GIT,
generate urinary infections, etc.